ഗെറ്റപ്പിലായിരുന്നു കേട്ടോ വരുന്നുണ്ടായിരുന്നത്. പൂളേരിയക്ക് വരുമ്പോ ഈ സമൂഹം നമ്മുടെ അമ്മ ഇവിടെ ഇരിക്കണു കേട്ടോ. അച്ഛനമ്മമാര് പറയും അത് ചെയ്യണ്ടടി ഇത് ചെയ്യണ്ടടി, വേണ്ട ചിന്നു വേണ്ട അത് ചെയ്യണ്ട, ആരെങ്കിലും അതൊക്കെയാണ്. എന്താണെന്നറിയില്ല, ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, എന്താണ് പുറം ലോകം എന്താണ് ഒന്നും അറിയില്ല. ആകെ വീട്, ഇവിടെയുള്ള എൻവയോൺമെന്റ് കാര്യങ്ങൾ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ പൂൾ ഏരിയയിലേക്ക് ജസ്റ്റ് വന്നേക്കായിരുന്നു. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പൊണ്ണുബാബി ഭയങ്കര വേഷം കെട്ടായതുകൊണ്ട് അവനെ പ്ലേ ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആണെങ്കിൽ ദേ അമ്മ വരുന്നു. അമ്മ ഭയങ്കര ലുക്കായിട്ട് അമ്മ വരുന്നു, എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് വന്നേക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്തായാലും ഇവിടെ ഇരിക്കല്ല, ഞാൻ എന്തായാലും വെള്ളത്തിൽ കയറലോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതെ, അപ്പം അമ്മയ്ക്ക് അവിടെ ഒരു ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. അമ്മ ഫ്രണ്ടായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം ഇതാട്ടോ ഇവിടുത്തെ പൂളേരിയും കാര്യങ്ങളൊക്കെ. അപ്പം അമ്മയ്ക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ അമ്മ സംസാരിക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ടൈമിലാണെങ്കിൽ പൂളേരിയും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യണ ടൈമാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോവാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാട്ടിത്തരാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വ്ളോഗ് എടുക്കാൻ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ പൂളേരിയയിൽ വന്നപ്പോ ഒരു ആന്റീനെ കണ്ടു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായി. ആന്റി കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. ടീച്ചറായിരുന്നു. കേക്കും വൈനും കാര്യങ്ങളൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ ആന്റി. അപ്പൊ ഇപ്പൊ പരിചയപ്പെട്ടുള്ള ആന്റി ഭയങ്കര കമ്പനി. അപ്പൊ നമ്മളോട് ആണെങ്കിൽ 1 hour ബ്രേക്ക് പറഞ്ഞ കേട്ടോ പൂളിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് മിക്കതും വരുന്നതായിരിക്കും. ആന്റി വരും. അപ്പൊ നമ്മള് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു നന്നായിട്ടുണ്ട് സൺഗ്ലാസ്, എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാന്ന്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ മേക്കപ്പ് ഇടാ പറഞ്ഞ അലർജി പോലെ കേട്ടോ. എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ മുന്നേ എപ്പോഴും നല്ല ഡ്രസ്സപ്പ് ചെയ്ത് എപ്പോഴും ഞാൻ അങ്ങനെ നടക്കണ ഒരാളാണ്. പൊണ്ണൂനാണെങ്കിൽ ഇഷ്ടമല്ല കേട്ടോ, സൺഗ്ലാസ് ഒന്നും ആരും വെക്കണത് ഇഷ്ടമല്ല. അപ്പൊ അവസാനം ഞാൻ അവിടെ ആട്ടോ പ്ലേ ഏരിയ. അത് ജസ്റ്റ് ഒരു പൂളിക്ക് വരാനുള്ളൊരു വേ ആട്ടോ. ഈ ഭാഗത്താണെങ്കിൽ വുമൻസിനും വേണ്ടി മാത്രമുള്ള ഒരു പൂളാണ്. അവിടെ മെൻസിന് അലൗഡ് അല്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഭാഗത്ത് ഫുൾ ജിം ഏരിയ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഹോം ടൂർ ഒരു ദിവസം ചെയ്യാമെന്ന്. ബട്ട് മടിയാണ്, വേറെ ഒന്നുമല്ല. വീഡിയോസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് മടിയാണെന്നറിയോ. ബട്ട് എങ്ങനെയൊക്കെ എന്താ പറയുക ചെയ്യണം വിചാരിച്ചിട്ട് ഞാൻ ഓരോ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര മടിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കണു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്യാൻ പറയുമ്പോൾ അലർജി പോലെയാണ്. മേക്കപ്പ് ചെയ്യാനേ ഇഷ്ടമല്ല. അതുപോലെ ഇപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാതെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സപ്പ് ചെയ്തെടുക്കാൻ നല്ല മടിയാണ്. ഇപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് പൊണ്ണുബാബീനെ മേയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ വന്നപ്പോ മൂടൊക്കെ മാറിട്ടോ. അപ്പൊ പൊണ്ണൂന് അങ്ങനത്തെ ഇതുണ്ടെങ്കിലും പൊണ്ണൂന് എന്താ ഇത് അമ്മയുടെ അടുത്തേക്ക് ഓടി വരാണോ? അമ്മയുടെ സ്വത്താണോ പൊണ്ണു? അച്ചാച്ചനും വന്നിട്ടുണ്ട് കേട്ടോ. പൊണ്ണൂന്റെ അച്ചാച്ചനും ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് പൊണ്ണു. ഇത് ഇവിടെ കളിയും ഇതൊക്കെ ആട്ടോ പൊണ്ണു. ഹായ്, ദിസ് ഈസ് മൈ ന്യൂ ഫ്രണ്ട്സ്. ലൈക്ക് ടെൽ യുവർ നെയിം. Ziva. So we met before, right? Yes. Yeah, we used to play what all kinds of games we used to play. Hide and seek. They both love playing hide and seek with me. I also love playing with them. But today only I get to see you, right? Yeah, because so they are playing some kind of അവരെന്തോ ഒരു ടൈപ്പ് കളി കളിക്കുകയാണ്. അതായത് അവരുടെ കുറച്ച് റേസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കും. ഇവർ ട്വിൻസ് ആട്ടോ. അപ്പോൾ ഒരാളത് കണ്ടുപിടിക്കും. അതാട്ട് ഇവർ 2 പേര് ഗെയിം. അപ്പോൾ ഇതാട്ടോ ഇവര് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ എന്തോ വ്ളോഗ് എടുക്കാനാണ്. സോ ദേ ആർ ഹാവിങ് വിന്റർ ഹോളിഡേ. സോ ലൈക്ക് ദേ ആർ പ്ലേയിങ് ഹിയർ. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ 2024 നമ്മളെ പഠിപ്പിച്ച പാഠങ്ങൾ എന്താണെന്നാട്ടോ നമ്മൾ പറയാൻ പോണേ. ഇവിടെ ആണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു മൂഡാട്ടോ. നല്ല തണവും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി മൂഡാട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ലൈഫിൽ കുറേ ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ ഇയറിലും ഓരോ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഉണ്ടായിക്കണേ. ഓരോ ഇൻസിഡൻസ് ആണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും ലൈഫിൽ നടക്കുന്നത്. ഈവൻ
ജോബ് കിട്ടിയതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് ലൈഫിൽ എന്താ പറയുക നല്ല നല്ല ഓരോ ലെസൺസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ പിള്ളേർ വന്നിട്ട് ഓരോ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര ഡിസ്ട്രാക്ഷനാട്ടോ, എന്തുട്ടാ പറഞ്ഞെന്നുള്ളത് വിട്ടുപോയി. അപ്പോൾ ഇവർ രണ്ടുപേരാണെങ്കിൽ ഇവിടെ ഓരോ കാര്യങ്ങൾ കാട്ടുകൊണ്ടിരിക്കാണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സമ്മതിക്കണില്ല ഗായ്സ്. അപ്പോൾ അവസാനമാണെങ്കിൽ ഞാൻ അവരെ അമ്മയുടെ അടുത്തേക്ക് വിട്ടേക്കാട്ടോ, അമ്മ കളിക്കാൻ വരും പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വിട്ടേക്കാണ്. വീഡിയോ എടുക്കാനേ കംപ്ലീറ്റ് ചെയ്യാനേ സമ്മതിക്കുന്നില്ല, ചെറിയ പിള്ളേരല്ലേ കളിക്കേണ്ടതല്ല. അപ്പോൾ ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കാനുള്ള മൂഡിലാണ്, യൂഷ്വലി അങ്ങനെ മൂഡ് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നാൽ കുറേ ലെസൺസാണ് നമുക്ക് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലൈഫിൽ എന്താ പറയുക കുറേ നേട്ടങ്ങൾ മാത്രമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഞാനാണെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണ്. എപ്പോഴും ഡിപ്പെൻഡൻറ്റ് മീൻസ് എപ്പോഴും ലൈക്ക് അച്ഛൻ, അമ്മ, ഏട്ടൻ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ആണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആയും കൂടി ഞാൻ എപ്പോഴും എല്ലാവരും കൂടി ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാട്ടോ. ബട്ട് ഇപ്പോഴാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ വർക്കിന് പോയിട്ടാണെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം ഞാൻ ഇത്തിരി ലൈക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എപ്പോഴും എന്താ പറയുക അച്ഛൻ, അമ്മ, ഏട്ടൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പിന്നാലെ നടക്കലോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ലോൺ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ പൊണ്ണു ഞാൻ അമ്മതേ ഇവിടെ ഉണ്ട്, അച്ഛൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി വ്ളോഗല്ലേ നമ്മൾ അയ്യോ എൻ്റെ ലൈഫിൽ ഇത്രയും ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ വ്ളോഗ് ഉണ്ടാവില്ല കേട്ടോ. അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇത്, ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും കേട്ടോ. അവസാനം എന്ത് അച്ഛനും പൊണ്ണുബാബിയും മറ്റേ ട്വിൻസ് പിള്ളേരൊക്കെ കൂട്ടിയിട്ട് അവസാനം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പൊണ്ണുബാബി ചിലപ്പോൾ ഇപ്പോൾ ഓടിപ്പാഞ്ഞ് വരും എന്നെ കാണുമ്പോൾ ദേ പൊണ്ണും അച്ചാച്ചനും ദേ വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ലൈക്ക് എനിക്കിപ്പോൾ മുന്നൊക്കെ ഇപ്പോൾ സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് ഞാൻ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ആൾക്കാരായിട്ടും ഭയങ്കരമായിട്ട് സംസാരവും അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിരലിൽ ഉണ്ടാവുന്ന ലൈക്ക് 2-3 യു ആർ ഗോയിങ് ഓക്കെ സീ യു ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാട്ടോ, പോകുമ്പോൾ പറഞ്ഞിട്ടൊക്കെ പോണേ. അപ്പോൾ എന്താ പറയുക ആകെ വിരലിലുണ്ടാവുന്ന 2-3 ഫ്രണ്ട്സുള്ളൂ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ 100 ഫ്രണ്ട്സ് കുറയണം എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉള്ളത് ഇപ്പോൾ ഒരാളാണെങ്കിലും കൂടിയും എല്ലാ ആൾ നല്ല എന്താ പറയുക ഭയങ്കര എനിക്കിപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഫ്രണ്ടിന് എനിക്ക് ഈ കൊല്ലാട്ടോ കിട്ടിയേ. ഞാൻ ഇത്രയ്ക്ക് ആളായിട്ട് അടുക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബട്ട് ഭയങ്കര ക്ലോസായി, ഇപ്പോൾ ഡെയിലി സംസാരവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് എന്താ പറയുക ഫ്രണ്ട്സ് ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഞങ്ങൾ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എന്നും ഇപ്പോൾ മീറ്റപ്പ് ചെയ്യണം, ഞങ്ങൾ മീറ്റപ്പ് ചെയ്യാറും കൂടി ഇല്ല. ബട്ട് എന്താ പറയുക ആ ഒരു വൈബ് ഉണ്ടല്ലോ, എപ്പോൾ സംസാരിച്ചാലും നമുക്ക് ആ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെയുള്ള എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് 2024 ഒരു നല്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളവർ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി മീറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ജെന്യൂനായിട്ട് നമ്മൾ നന്നാവണം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം ലൈക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. ചിലവരൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി കണ്ടിരിക്കും, എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞന്വേഷിക്കും. എനിക്ക് അങ്ങനെയുള്ള ഒരു കണ്ണിന് നേരെ കണ്ടുകൂടാ കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ട്സ് അല്ല ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും വേറെ ആരാണെങ്കിലും എനിക്ക് അങ്ങനെ വല്ലാണ്ട് ചെകഞ്ഞണവരെ എനിക്ക് ഭയങ്കര എന്തോ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഡിസ്റ്റൻസ് വയ്ക്കും. എനിക്ക് എൻ്റെ വൈബ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടണം ലൈക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ കൂടുതൽ സംസാരിക്കാറും കാര്യങ്ങളും. അല്ലാണ്ട് ഞാനിപ്പോൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനോ ഇവരെ ബോധ്യപ്പെടുത്താനോ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ അങ്ങനെ ഇപ്പോൾ ടൈമോ ഇതൊന്നും ഞാനിപ്പോൾ എൻ്റെ കളയാറില്ല. വെറുതെ എന്തിനാണ്, കാരണം നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം അല്ലാണ്ട് നെഗറ്റീവ് മാത്രം തരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളുടെ ടൈം എന്തിനാ കളഞ്ഞിട്ട് നമുക്കൊരു നെഗറ്റീവ് ഫീലാവും എന്തിനാണ് വെറുതെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ടൈമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഞാൻ വേറൊരു കാര്യം ലൈക്ക് മുന്നേ ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ
ആരെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ സംസാരിക്കും, ഞാൻ കാര്യങ്ങളിലേക്ക് അവർക്ക് വിഷമം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നൊക്കെ. ഇപ്പം അങ്ങനെ ഒന്നുമല്ല. ഇപ്പം എൻ്റെ മെൻ്റൽ പീസ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് പീസ് അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു കൊല്ലം എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വർക്കിന് പോകുമ്പോഴാണെങ്കിലും ആദ്യമൊന്നും ഭയങ്കര ഈസി ടാസ്കേ ആയിരുന്നില്ല, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഒരു ഫ്രഷറായിട്ട് ഫസ്റ്റ് ടൈമാണ്, അത് ദുബായിൽ നമ്മൾ ജോബ് ചെയ്യണേ. നാട്ടിൽ പോലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ദുബായിൽ നമ്മളിവിടെ ഉണ്ടെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് പോണേ. അപ്പോൾ പോണ സമയത്താണെങ്കിൽ നമുക്കാണെങ്കിൽ പറഞ്ഞ പോലെ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒരു താങ്ങും ഇല്ല. പിന്നെ നമ്മൾ കോളേജ് വിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ഗ്യാപ്പും വന്നു. അപ്പോൾ ഒരു ടച്ചുമില്ല, ഒന്നുമില്ല. എന്നിട്ട് നമ്മളൊരു ഫസ്റ്റ് ടൈം നമ്മളൊരു പുതിയൊരു വർക്കിംഗ് എൻവയറമെൻറ്റിൽ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം കുറച്ച് ഡിഫിക്കൽട്ടീസ്, ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ എനിക്ക് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിനെ കാണുന്നതാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈം അല്ല ഈ വക കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഫസ്റ്റ് 1 week I was totally difficult doing such kind of work. After that ഞാൻ എന്താ പറയുക, എനിക്ക് ഈസി. നമ്മളൊരു കാര്യം ചെയ്തു ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എപ്പോഴും എളുപ്പമാണെന്നില്ലല്ലോ. ചെയ്ത് പിന്നെ അത് എളുപ്പമായി. പിന്നെ എനിക്ക് കസ്റ്റമേഴ്സിനെ എന്താ പറയുക മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് പിന്നെ നമ്മൾ ഭയങ്കര നല്ല രീതിയിലാണ് പോകുന്നുണ്ടായിരുന്നത്. എന്നാലും ഓഫീസിലാണെങ്കിലും ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പി മൂഡിലേക്ക് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. നമ്മൾ വർക്ക് ചെയ്യാൻ പോരാ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. കാരണം നമ്മൾ വർക്ക് ലൈഫ് ഭയങ്കര പ്രൊഫഷണലായിട്ടായിരുന്നു ചെയ്തത്. നമ്മൾ എന്താ പറയുക കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളോ കോളേജോ ഒന്നുമല്ലല്ലോ അവിടെ പോയിട്ട് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും ഇതാക്കാനും. പിന്നെ അവിടെ എന്താ പറയുക അവിടെ മാത്രമല്ല മിക്കയിടത്തും ഞാൻ കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ വർക്ക് ലൈഫ് എപ്പോഴും പ്രൊഫഷണലായിട്ട് ഇതാക്കുക, വല്ലാണ്ട് ഒട്ടാനും പിടിക്കാനൊന്നും പോകണ്ട. എപ്പോഴും അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവസാനം നമ്മളിത് വീട്ടിലെത്തിട്ടോ. കാരണം അടിയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ചാർജ് തീർന്നു. പിന്നെ വന്നു ഫുഡ് കഴിച്ചു. അപ്പോൾ അവരൊക്കെ പൂളിലൊക്കെ പൊണ്ണുഭാവിക്കാണെങ്കിൽ പൂള് ഭയങ്കര ഇഷ്ടമാണ്. പൊണ്ണുഭാവിയും അച്ഛനും അമ്മയും അവരൊക്കെ വൈബ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോന്നു ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോന്നു കേട്ടോ. അപ്പോൾ വേറെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ വർക്ക് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ വേറെ ആരുമല്ല, അമ്മയും അച്ഛനും പൊണ്ണും ആട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആരാണിത് വന്ന് തുറന്നൊന്നും ഇണ്ടാണ്ട് നിൽക്കണേ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഔട്ടായിട്ട് നോക്കും അച്ഛനമ്മയായിരുന്നു. അപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ ആരെങ്കിലും കുത്തി തുറന്നിട്ട് വന്നതാണെന്നോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇവർ പറഞ്ഞേക്കാട്ട് 2 minute മുന്നേ പോയിട്ട് വാതിൽ അൺലോക്ക് ചെയ്തിട്ടുണ്ടെന്ന്. മീൻസ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ചിലപ്പോൾ ബെല്ല് കേട്ടില്ലെങ്കിലോ കോളിംഗ് ബെല്ല് കേട്ടില്ലോ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അൺലോക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്നും പറയാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ഇത് അപ്പം അങ്ങനെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് പറയുകയാണെങ്കിലും ഡിസ്ട്രാക്ഷനാട്ടോ ഈ വീഡിയോ, എന്താണെന്നറിയില്ല. ബട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോഴും എന്താ പറയുക എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്യാനും അതൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. പേടിയല്ല, എന്നെ ശീലിപ്പിച്ചിട്ടുള്ളതാണ്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂള് വീട് കോളേജ് ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവില്ല. ആകെ 2-3 പ്രാവശ്യം പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ്. അത് കാർ ഓടിച്ചിട്ട് ഞങ്ങൾ പോയിട്ടുള്ളത്. അല്ലാണ്ട് അത് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കും കാര്യങ്ങളും അല്ലാണ്ട് വേറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്കും അത് തന്നെ എന്താ പറയുക അത് യൂസ് ടു ആയി. എനിക്കങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനോ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാരണം നമ്മളെന്താ പറയുക ചെറുപ്പം മുതൽ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയണ പോലെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച ചില ശീലങ്ങൾ നമുക്ക് വലുതാവുമ്പോഴും അത് പിന്നെ നമ്മൾ മറികടന്ന് ഇതാവണം. എന്നാലാണ് നമ്മൾ പിന്നെ ലൈഫിൽ സക്സസ് ആവുള്ളൂ. നല്ല കാര്യങ്ങൾ കേട്ടോ, അല്ലാത്ത കാര്യങ്ങളല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള മീൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്യുക. ചിരി വരെയായിരിക്കും ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക. എനിക്ക് ഒരു ഭയങ്കര ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അത്. ബട്ട് ഇവിടെ ജോബ് കിട്ടിയതിന് ശേഷം വേറെ വഴിയില്ല ഒറ്റയ്ക്ക് പോകാണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഫസ്റ്റ് ഡേ ജോയിനിങ് ഡേ ആണെങ്കിലും അച്ഛനാണ് കൊണ്ടാക്കി തന്നത്. പിന്നെ ഞാൻ മനസ്സിലായി പിന്നെ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് അങ്ങനെ പോയേ തീരൂ. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ആ കാര്യം ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ ട്രാവലിംഗ് എന്നുള്ള ഒരു പേടി മാറി. ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഇന്ന സ്ഥലത്തേക്കോ മീൻസ് അറിയാവുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇന്ന സ്ഥലത്ത് പോകണമെന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോകാനുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഒരു സെറ്റായി. അതൊക്കെ എനിക്ക്
പഠിക്കാൻ പറ്റിയതാട്ടോ. കാരണം ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിലുള്ള ലോകം വേറെ പുറമേട്ടുള്ള ഒരു കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല. വീട്, കുട്ടി, അച്ഛൻ, അമ്മ, ലൈക്ക് അപ്പം എനിക്കിങ്ങനെ വേറെ എന്താണ് പുറം ലോകം എന്താണ് ഒന്നും അറിയില്ല. ആകെ വീട്, ഇവിടെയുള്ള എൻവയോൺമെൻറ്റ് കാര്യങ്ങൾ, പിന്നെ ഏട്ടൻ ലൈക്ക് നമ്മളെ എല്ലാ വീക്കെൻഡ്സും കാര്യങ്ങളും, ഏട്ടൻ മിക്ക വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മളെ പുറത്ത് കൊണ്ടുപോയി നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കാറുണ്ട്. ഫുഡാണെങ്കിലും പുതിയ ഫുഡാണെങ്കിലും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് അതൊക്കെ അപ്പുറം അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ പിന്നും എന്താ പറയുക പുറം ലോകമായിട്ടൊരു പുറം ലോകം എന്നല്ല, ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാമർത്ഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കോളേജിലാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എപ്പോഴും അവർക്ക് ആ ഒരു ഇതുണ്ട്. എനിക്കങ്ങനെ ഇല്ല. എന്നെ പെട്ടെന്ന് ഒരാൾ ഇന്ന സ്ഥലത്തേക്ക് പോയി എന്ന് ഞാൻ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് കരഞ്ഞ് മൂങ്ങിക്കും. എല്ലാവരും എങ്ങനെ ആവണമെന്നില്ല. ചിലവർ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ പോയി വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സാമർത്ഥ്യത്തിൽ. ബട്ട് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും എന്താ പറയുക പോസിറ്റീവ് ഉള്ള പോലെ തന്നെ ചില കാര്യത്തിൽ നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവായിരുന്നു ഈ ട്രാവലിംഗ് കാര്യം. അങ്ങനെ ആ സംഭവം റെഡിയായി. നമ്മൾ പുറത്ത് പോയി. പിന്നെ ന്യൂ ഫ്രണ്ട്സിനെ കിട്ടി. മെട്രോയിലൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അവരായിട്ട് കുറേ സംസാരിക്കും, അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടോ വർക്കിന് പോകാമെന്നുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല നല്ല കാര്യങ്ങൾ പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജും കാര്യങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ഡൈവേഴ്സിറ്റി എന്നുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പം എല്ലാവരും നമ്മളുടെ പോലെ എപ്പോഴും ഭയങ്കര ഹാപ്പി എന്നല്ല, എപ്പോഴും ഭയങ്കര ജോളി അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവ്. ചിലവർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, ചിലവർ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ചിലവർക്ക് അങ്ങനെ ഡിപ്പെൻഡ്സ്. ചിലവർ സിറ്റുവേഷൻ വൈസ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും പണ്ടേ മുതൽ ആര് വന്നാലും, ഇപ്പോൾ റിലേറ്റീവ്സ് വന്നാലും ആര് വന്നാലും എപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആക്കും. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറും. ലൈക്ക് എന്നെക്കുറിച്ച് ആർക്കും അങ്ങനെ കുറ്റം പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ അതേമാതിരി രീതിയിലാണ് നിൽക്കണേന്ന്. പിന്നെ കുറേ നമ്മളെന്താ പറയുക ലൈഫിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജൊക്കെ എത്തി കഴിഞ്ഞപ്പോൾ എന്താ പറയുക നമ്മൾ ആ സമയത്തൊക്കെ നമ്മളെന്താ പറയുക ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരാൾ പെർട്ടിക്കുലർ ആ ആളല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഫേസിൽ കാട്ടും എന്ന് പറഞ്ഞാൽ എത്ര അത് കവറപ്പ് ചെയ്യാൻ നോക്കിയാലും ലൈക്ക് മേക്കപ്പും കൺസീലർ വെച്ചിട്ട് നമ്മൾ ഡാർക്ക് സ്പോട്ട്സും ഇതുപോലെയൊക്കെ കവറപ്പ് ചെയ്യണ പോലെ നമുക്ക് ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇത് മാറ്റാൻ പറ്റുന്നില്ല. അതെനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ചില അവരോടുള്ള ദേഷ്യമല്ല, ബട്ട് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മുഖത്ത് അത് വരും. എനിക്കത് എത്ര ഇതാക്കിയാലും ഞാൻ എത്ര ആക്ട് ചെയ്താലും എനിക്കത് പറ്റില്ല. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട്. ഇപ്പോൾ വർക്ക് ലൈഫാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് ചില സമയത്ത് എനിക്ക് പറ്റാത്തത് കണ്ട് എൻ്റെ മുഖം പോവും. അത് പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ചില ആൾക്കാരെ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യണ സമയത്താണെങ്കിലും ഞാൻ ചില ആൾക്കാരെ ഇങ്ങനെ അവർ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും നമ്മളൊരാളെ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് മോന്ത വീർപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ അവർ ഭയങ്കര ആരഗൻ്റ് അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് നമ്മളവരെ നമ്മളെപ്പോഴും പറയും എന്താ പറയുക എങ്ങനെ പറയില്ലേ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ ദിവസം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവർ ചിലപ്പോൾ ഗ്ലൂമി അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് അവരിക്കുണ്ടാവും. നമ്മൾ അവർ ഫസ്റ്റ് ഡേ തന്നെ കാണുമ്പോൾ അവരങ്ങനെയാണ് അവരിതാന്ന് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതെനിക്ക് മനസ്സിലാക്കിയ കാര്യം കേട്ടോ. കുറച്ച് ദിവസമൊക്കെ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കുക ലൈക്ക് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അതുപോലെ തന്നെയാണോ. അങ്ങനെ ചിലവർ അങ്ങനെ തന്നെ ആയിരിക്കും, ചിലവരുടെ ബിഹേവിയറും കാര്യങ്ങളും അല്ലെങ്കിൽ ചിലവരുടെ സ്വഭാവമൊക്കെ കംപ്ലീറ്റ്ലി ഫസ്റ്റ് കാണുന്ന പോലെ തന്നെ ആയിരിക്കും. ചിലവർ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് ബാഡ് ഡേ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ അതുപോലത്തെ രീതിയിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതും ലൈക്ക് അതുകൊണ്ടായിരിക്കും അവർ അത്ര ഞാൻ ഇപ്പോൾ ഒരു കോട്ട് പറയാൻ വന്നതായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്, വേറെ ഒരാളുടെ കയ്യിലല്ല കേട്ടോ. പക്ഷെ എനിക്ക് പറയാളെന്താണെന്നറിയോ, എൻ്റെ സന്തോഷം എൻ്റെ എല്ലാം ഇതാണ്.
അതെനിക്ക് എങ്ങനെയാന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. എന്റെ സന്തോഷവും ഡെയിലി എണീക്കുമ്പോ ഒരു എന്താ പറയാ, ഡെയിലി എണീക്കുമ്പോ നമുക്ക് എന്താ പറയാ, ഇവനെ കാണുമ്പോ ഉണ്ടല്ലോ കുറച്ച് നാളും കൂടി ജീവിക്കണം, ലൈക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്റെ പൊന്നൂനെ ആലോചിക്കുമ്പോ കേട്ടോ. കാരണം പൊന്നു സോ സ്പെഷ്യൽ ടു അമ്മ. അയ്യോ, പൊന്നൂന് ഇതൊക്കെ വല്ലതും അറിയായിരിക്കോ? വലുതാവുമ്പോ എന്തിട്ട് വേഷം കെട്ടാവും കേട്ടാ. അമ്മയും വേണ്ട ഒന്നും വേണ്ട പറഞ്ഞിട്ട് നടക്കായിരിക്കും അല്ലേ പൊണ്ണു? അപ്പൊ പൊന്നൂന് അല്ലേ പൊണ്ണു, ക്യൂട്ട് പൊണ്ണു, കളിയുടെ ചുരത്തില്ല. പൊക്കോ പൊക്കോ പൊണ്ണു. അപ്പൊ റൂം വൃത്തിയാക്കാണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർ ഓരോന്നും കണ്ടിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന പറയില്ല. അതുപോലെ ഇപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഒരു നല്ല ലിപ്സ്റ്റിക് ഉണ്ട്, അത് എടുത്തിട്ട് പിന്നെ ഇത് പൊണ്ണൂന്റെ ചെറുപ്പത്തിലത്തെ കാജലാട്ടോ, ഹോം മെയ്ഡ് കാജൽ. അപ്പൊ അത് കണ്ടപ്പോ ചോദിച്ചു ഇതാണെങ്കിൽ ഭയങ്കര ഈ ഹോം മെയ്ഡ് കാജലായതുകൊണ്ട് നമ്മള് സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ആ തേങ്ങ മാങ്ങി ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നന്നായി പരക്കും. ബട്ട് എന്താ പറയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞുണ്ടല്ലോ ഒരു നല്ല ഫീലാട്ടോ, ഒരു നല്ല കണ്ണിനൊക്കെ ഇങ്ങനെ കുളിർമ കിട്ടുമെന്ന് അറിയില്ലേ നമ്മൾ ഈ അയ്യോ ഇത് എന്നിട്ട് കോക്കാച്ചി ആയിട്ടുണ്ട്. നമ്മുടെ ഈ എന്തിനാ അതിനെ പറയാ, സുറുമയില്ലേ, സുറുമ ഇതാണ് പോലെ കേട്ടോ, നല്ല സുഖമുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ അച്ഛനമ്മമാര് പറയും അത് ചെയ്യേണ്ടടി ഇത് ചെയ്യേണ്ടടി, വേണ്ട ചിന്നു വേണ്ട അത് ചെയ്യണ്ട, ആരെങ്കിലും കേൾക്കോ? പണ്ടത്തെ തലമുറയിൽ നിൽക്കുന്ന സമയത്ത് അവരെന്നെ അവരുടെ അച്ഛനമ്മമാര് പറയണ കേൾക്കാറില്ല. പിന്നെയാണ് ഞാൻ, പിന്നെ നമ്മുടെ പൊണ്ണുബാബി തന്നെ അത് ചെയ്യേണ്ട പൊണ്ണുബാബി എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. പിന്നെ അവന്റെ അച്ഛനോ പൊണ്ണുബാബിയുടെ അച്ഛനോ മോശക്കാരനാണോ, അത് ചെയ്യേണ്ട ഏട്ടോ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുള്ളൂ. അപ്പൊ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഒരു ദിവസം ഒരു പാഠം പഠിക്കും, എല്ലാവർക്കും മനസ്സിലാവും അല്ലേ പൊണ്ണു? അല്ലേ പൊണ്ണു? നോക്ക അങ്ങനെ ഈ വ്ളോഗൊക്കെ പൊണ്ണു വലുതാവുമ്പോ കാണാനുള്ളത്. അമ്മ എന്തിട്ടൊക്കെ പറയണേന്നൊക്കെ പൊണ്ണു ക്യൂട്ടായിട്ടുള്ള പൊണ്ണു ബാബിക്ക് അമ്മ പൊട്ടോക്കോ. അപ്പം അങ്ങനെ 2024 പിന്നെ ഞാൻ വേറൊരു പഠിച്ച പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറയുന്നത് ചാവാൻ പോണ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓരോരുത്തർക്കും ഓരോ ഇതല്ല. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം അലോൺ ടൈം ഞാൻ എൻജോയ് ചെയ്യണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലോൺ ടൈം. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, അങ്ങനെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പം ഞാൻ കാര്യങ്ങളോ എനിക്ക് ഇന്നത് വേണം അത് വേണം ഇത് വേണം ലൈക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ വലിയ അങ്ങനൊന്നുമില്ല. മുന്നേ അത് വേണം, സ്കിൻ കെയർ ചെയ്യണം, അത് വേണം, വേറെ ഇത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നിനോട് ഇപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പൊണ്ണൂന് ടോയ്സ് ഇപ്പം എവിടെ പോവാണെങ്കിലും പൊണ്ണൂന് അത് മേടിക്കുക, പൊണ്ണൂന് ഇത് മേടിക്കുക, പൊണ്ണൂന് മറ്റേത് മേടിക്കുക. ഞാൻ മുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഷോപ്പിങ്ങിന് തന്നെ പോവുകയാണെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്ത് ഞാനും അച്ഛനും പൊണ്ണും കൂട്ടിയിട്ട് ഏട്ടൻ ഞങ്ങൾക്ക് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇല്ല പൊണ്ണുണ്ടായിരുന്നില്ല, അമ്മയും പൊണ്ണും വീട്ടിലായിരുന്നു, ഞാനും അച്ഛനും അങ്ങനെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി. അപ്പോൾ പൊണ്ണൂന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്തായാലും പൊണ്ണൂന് എടുക്കുന്ന സമയത്ത് നിനക്ക് ലൈക്ക് നൈറ്റ്, അപ്പം അമ്മ എന്നോട് പറഞ്ഞ് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിനക്ക് നോക്കിക്കോ, മീൻസ് വിൻ്റർ അല്ല വരുന്നത്, അപ്പോൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സും അങ്ങനത്തെ ഇതൊക്കെ എടുത്തോ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് ഒന്നും എനിക്ക് എടുത്തില്ല. ഫുൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സംഭവം ഞാൻ പൊണ്ണൂന് ടോയ്സ് തപ്പലോ 2-3 ടോയ്സ് എടുത്തു, എന്നിട്ടും ഫുള്ള് പൊണ്ണൂന് ടോയ്സ് തപ്പലോ അതുപോലെ തന്നെ ഡ്രസ്സും. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കുട്ടിയെ ഇപ്പോൾ ഭയങ്കര ചേഞ്ചസ് ആയിട്ടോ. എനിക്ക് പറയാം സത്യം പറയാം, നമ്മൾ ജെന്യൂനായിട്ട് നമ്മൾ ഹാപ്പി ആവണം അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കണവർ കുറേ പേരുണ്ട്, അല്ലാത്തവരും കുറേ പേരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടണത് മാത്രമല്ല ലൈഫ്, നമുക്കൊരു പ്രൈവറ്റ് ലൈഫുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ നമുക്ക് താല്പര്യം. ഞാനിപ്പോൾ ചില നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഷെയർ ചെയ്യാറില്ല ചില കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ എന്തുണ്ടെങ്കിലും ചിലതൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ട് ഞാൻ എന്താ പറയുക ഞാൻ ഇടാറുണ്ട്, ചിലതൊന്നും ഇടാറില്ല. കാരണം നമ്മൾക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യം ചിലവർക്കത് ഹാപ്പിനെസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചില കാര്യങ്ങളൊന്നും ഇടാറില്ല.
ഇപ്പോഴത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കുകയാണെങ്കിലും, ഇപ്പോൾ വർക്കിന് പോണതാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനു പോണതാണെങ്കിലും, ഞാനിപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതായെന്നൊന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. എന്തിനു ഞാനിപ്പോൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം? ഇപ്പോൾ എന്തിന് ഇപ്പോൾ അവരാണോ എന്താ പറയുക, ഞാനിപ്പോൾ ഡൗൺ ആയിട്ടിരിക്കണ സമയത്ത് അവരാണോ എന്നെ വന്നൊരു സപ്പോർട്ട്? ഞാൻ എന്തിനാ അവർക്ക് ആൻസറബിൾ ആവണം? ഞാൻ എന്നെ ജെന്യൂനായിട്ടുള്ള കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല രീതിയിലാണ് ബിഹേവിയറും സംസാരിക്കാറുള്ളൊക്കെ. എൻ്റെ അടുത്ത് നമുക്കറിയാം, ഇപ്പം ഞാനിപ്പോൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ഫ്രണ്ട്സ് എന്നല്ല, ചില ആൾക്കാരൊക്കെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് എന്നും ലൈക്കും കമൻറ്റും ഒക്കെ എടുക്കും. ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ ആണ്. ചേച്ചീനെ പൊന്നൂനൊക്കെ സ്വന്തം അനിയൻ പോലെയൊക്കെയാണ്. ചിലവർ നമ്മുടെ കൂടെ ഇത്രയും നാളുണ്ടായിട്ടും എൻ്റെ മോനെ കുറിച്ച് അന്വേഷിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഭയങ്കര കൺസേൺ ആണ്, ഓടി വന്ന് ചോദിക്കലും കാര്യങ്ങളും. അപ്പോൾ നമുക്കറിയാം. പിന്നെ നമ്മൾ വീഡിയോസും ചിലവർ ഇരുന്നെല്ലാം കാണുന്നുണ്ട്, നമുക്കറിയാം. എല്ലാം ഇരുന്ന് കണ്ട് എല്ലാം അപ്ഡേറ്റ് ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കും അതിനെ കുറിച്ചിട്ട്. ഒരു ലൈക്കോ കാര്യങ്ങളോ ഒന്നും ഇടില്ല. അപ്പോൾ ലൈക്കിൻ്റെ കാര്യമല്ല ഇപ്പോൾ ഞാൻ പറയണത്. അപ്പം ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ഉണ്ട് അനഘ, ഞാൻ കേട്ടിട്ടുണ്ട്. ആളുടെ വീഡിയോസ് ആണെങ്കിൽ ഒരാൾ ഇരുന്നിട്ട് തൊട്ടടുത്തുള്ള നെയ്ബർ ആരുമാണ് ഇരുന്ന് ഫുള്ള് കാണും. എന്നിട്ട് എന്താ ചെയ്യുക, എല്ലാം കാണും. സ്റ്റോറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണും. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോറീസ് അവരെ അക്കൗണ്ടിൽ നിന്ന് കാണില്ല, ഫേക്ക് അക്കൗണ്ടൊക്കെ വഴി ഇരുന്നിട്ട് കാണുക. ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് എന്തിനാണ്? ഇപ്പോൾ എന്നെ ഇഷ്ടമുള്ളവർ മാത്രം, സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും എന്നെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി. എനിക്ക് ഇപ്പോൾ ഫോളോവർ ഇപ്പോൾ ഒരു 1 ഫോളോവർ തന്നെ ആണെങ്കിൽ ആ 1 ഫോളോവർക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഇഷ്ടമില്ലാണ്ട് വെറുതെ മനസ്സിൽ എന്താ പറയുക ഈ നെഗറ്റീവ് അടിച്ച് കാണണം എനിക്ക് താല്പര്യമില്ല. കുറേ എണ്ണുണ്ട് അങ്ങനെ, കുറേ എണ്ണത്തിന് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ വെറുതെ എന്തിനാ ഒരു ഇതുണ്ടാക്കണേ വിചാരിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. കുറേ നാളെ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കറക്റ്റ് ടൈം അതിനെക്കുറിച്ച് പറയാമെന്ന്. അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ നമുക്ക് അടുത്തറിയണവരാണ്, ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും, എല്ലാ കാര്യങ്ങളും എന്താണ് ലൈഫിൽ നടക്കണം എന്താണ് എല്ലാം നോക്കിക്കും. പക്ഷേ ഫുള്ള് നെഗറ്റീവ് മൈൻഡാണ് നമുക്കറിയാം. അപ്പം അമ്മ പറയും, നീ അങ്ങനെ വീഡിയോ ഒന്നും ഇടണ്ട, എന്തിനാണ് മീൻസ് അങ്ങനെ ഒന്നും ഇടണ്ട. പക്ഷെ നമുക്ക് പറയാതെ നമ്മൾ പറയണ്ടേ, അവരെന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴും പറയാം, എനിക്കിപ്പോൾ ആരും നശിക്കണമെന്നോ അല്ലെങ്കിൽ ആരും ഇതായി പോകണമെന്നൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോകാനാണ് എനിക്ക് ആഗ്രഹം. എനിക്കല്ല, മിക്ക നല്ല ആൾക്കാർക്കും അതാണ് ആഗ്രഹം. എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരെ കുറിച്ച് എന്താ പറയുക കൺസേൺ ആവാം നല്ല രീതിയിൽ. അത്ര ജെന്യൂൻ ആണെങ്കിൽ നമുക്ക് കൺസേൺ ആവാം, എന്ത് പറ്റി. അല്ലാണ്ട് വെറുതെ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ചു. എനിക്ക് തീരെ താല്പര്യമില്ല. ഇപ്പോഴത്തെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എനിക്ക് താല്പര്യമില്ല അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഇതാവുന്നത്. അപ്പോൾ അത് മീൻസ് ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, എന്താ പറയുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. വെറുതെ നമ്മൾ മൈൻഡിൽ വെറുതെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും വിചാരിച്ച് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. ഇപ്പോൾ പോസിറ്റീവായിട്ട് കുറേ ചിന്തിച്ചിട്ടും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും വലിയ കാര്യങ്ങൾ എന്നാലും നമ്മൾ പോസിറ്റീവ്, എല്ലാവർക്കും നല്ലത് വരുന്നത് നല്ല രീതിയിലല്ലേ. അപ്പം അതാണ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്. കുറച്ച് നാളെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് നല്ല ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരോട് ഞാനിങ്ങനെ പറയാറുണ്ട് ഇതിങ്ങനെ. അപ്പോൾ നീ കാര്യമാക്കണ്ട, നീ എന്താ ഭയങ്കര ഇതാണ് ഇപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, കുറേ കൊല്ലമായി. അവളിങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പേര് പറയുന്നുണ്ട്, ചിലപ്പോൾ അവൾ മെക്കിടക്ക് ഒരു കൊല്ലം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നാലും ഞാൻ പറയാം, ചിത്ത കേട്ടോട്ടെ. ബീഫു ബാബി ഉണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഞങ്ങൾ ചില സമയത്ത് ഡെയിലി ഒന്നും സംസാരിക്കും, ചില സമയത്ത് ഡെയിലി സംസാരിക്കൊന്നുമില്ല. ചിലപ്പോൾ വഴക്കിടും തല്ലൂടും, അവളെ അനാവശ്യം തോന്നിയതൊക്കെ പറയും. ഞാൻ ഭയങ്കര പോസിറ്റീവാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ മെക്കിട്ട് കയറും, നല്ല ചീത്ത പറയുമൊക്കെ. അവൾ തന്നെ പറയും, ഞാൻ പറയും മിണ്ടണ്ട, അങ്ങനെയാണെങ്കിൽ അവൾ പറയും മിണ്ടണ്ട, അവൾക്ക് പീസാണ് വലുത്, അങ്ങനെയാണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് ഇതാവും. എന്നാലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ രണ്ടുപേരും, നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ്. അവൾ എന്നോട്, നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ? എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് വേറെ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്താ പറയുക, എന്നിട്ട് അതെന്ന് വിചാരിക്കും. ബട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ്സാണ്. അങ്ങനെ എന്താണെന്നറിയില്ല, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ആളുടെ പേര് എനിക്ക് എപ്പോഴും
അപ്പോൾ നിങ്ങൾ ചോദിക്കും അവൾ അപ്പോൾ അത്രയ്ക്ക് എന്നും വിളിക്കും മെല്ലെ, അങ്ങനെയല്ല. ബട്ട് ഒരു എന്താ പറയുക, ഫ്രണ്ട് പറയുക അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് പറയുക ഓട്ടോമാറ്റിക്കലി വരണ ഒരാളാണ്. ഇതിപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിനും അവൾ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും അവൾ ചിലപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പം എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ അവൾ എൻ്റെ കൂടെ ഉണ്ടാവാറൊന്നും ഇല്ല. ചില സമയത്ത് ലൈക്ക് അവളും ബിസി ആയിരിക്കുമല്ലോ. ബട്ട് സ്റ്റിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞതിൽ എപ്പോഴും അവളുടെ പേരുണ്ടാവും. എനിക്കറിയില്ല ഇനി അത് എന്താ പറയുക ഇവളെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. ബട്ട് എനിക്കത് എപ്പോഴും ഇങ്ങനെ പറയണമെന്ന് തോന്നും. കുറേ നാളൊക്കെ മിണ്ടാണ്ടൊക്കെ ഇരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിനോട് സംസാരിക്കാണ്ട് മനുഷ്യട്ടൊരു സുഖമില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കും. ലൈക്ക് അങ്ങനെ. എൻ്റെ ദൈവമേ ഇത് ആ പണ്ടറക്കാലം ഇപ്പം തന്നെ മെസ്സേജ് അയച്ചേക്കണു. ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ റിപ്ലൈ അയച്ചു. അങ്ങനെ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എന്താ പറയുക മറ്റുള്ളവർക്കും വേണ്ടി സന്തോഷം കാണാം. അങ്ങനെ അതാ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.